ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെന്താ ഈ ഒരു പാട്ട വണ്ടി ഓടിച്ചൊന്ന് നടക്കുന്നു ഗൈസ്. നമ്മുടെ പൈസ എല്ലാം പോയേ ഗൈസ്. നമുക്കിപ്പോൾ ഒരു 5 പൈസ പോലും ഇല്ല. ആകെ ഒരു 5000 രൂപ മാത്രം ഉണ്ട് ഗൈസ്. നമ്മുടെ വീടൊക്കെ ഈ ബാങ്കുകാർ പിടിച്ചുകൊണ്ട് പോയി എന്തോ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ജോലിയൊക്കെ തിരക്ക് നടക്കുവാണ്. കാരണം എനിക്കിപ്പോൾ ഈ ഒരു പാട്ട് വണ്ടിയേ ഉള്ളൂ. ഇത് തന്നെ ഞാൻ ആക്രിക്കടയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. എനിക്കെന്തായാലും നമുക്കിങ്ങനെ പോവാം. ഇവിടെ മറ്റേ റാമ്പ് കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്ന് ചലഞ്ച് വരെ നടപ്പുണ്ടോ? കുറെ വണ്ടികൾ അവിടെ കൊണ്ടിട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ കഥങ്ങൾ ചെയ്ത് നോക്കിയാലോ. പക്ഷേ നമുക്ക് ബൈക്കൊന്നുമില്ലല്ലോ. എൻ്റെ ആള് ദേണ്ട നിൽക്കുന്ന ഇവരാണോ? ചോദിച്ചേക്കാം. ഹലോ ഹലോ ഈ റേസ് നടക്കുന്നതിൻ്റെ ആളാണോ? അതെ, ഞാനാണ് ആള്. എന്താ റേസ് നടക്കാൻ വന്നയാണോ? ചെയ്യാൻ വന്നയാണോ? ചെയ്യാമെന്ന് എനിക്ക് ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഈ വണ്ടി ബൈക്ക് എൻ്റെ കയ്യിലില്ല. അപ്പോൾ വേറെ വല്ല വണ്ടിയും കിട്ടുമോ? അതിനല്ലേ ഞങ്ങൾ ബൈക്ക് എടുത്ത് വെച്ചേക്കുന്നത്. ആ ബൈക്ക് വെച്ചാ നിങ്ങൾ റേസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം എനിക്കിപ്പോഴേ ചെയ്യാവോ ഈ റേസ്? ഇല്ല, ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല. നാളെയാ തുടങ്ങുന്നത്. ഇപ്പം ഇന്നിവിടെ കൊണ്ടുവച്ചേക്കോ. ഇന്ന് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താലേ റേസിൽ പങ്കെടുക്കാൻ പറ്റൂ. ഈ രജിസ്റ്ററിന് പൈസ വല്ലതും കൊടുക്കണോ? അതിനൊരു 2000 രൂപ കൊടുക്കണം. 2000 രൂപ കേട്ടോ. അത് കൊടുത്തിട്ട് വേണം ഇത് റേസ് ചെയ്യാൻ. സംഭവം എന്ന് വെച്ചാൽ ഈ റാമ്പിൻ്റെ ആ ബൈക്കും കൊണ്ട് ഈ റാമ്പിൽ നേരെ മേപ്പോട്ട് പോയിട്ട് പെട്ടെന്ന് ആരാ താഴോട്ട് വരുന്നത് അവർക്ക് ഒരു 10 കോടി രൂപയും ഒരു ഐലൻഡ് മാൻഷനും ഫ്രീ ആയിട്ട് കൊടുക്കും ഈ റേസ് ജയിച്ചാൽ. അങ്ങനെയാണോ? റേസ് ജയിച്ചാൽ അതൊക്കെ കിട്ടുമല്ലേ? നാളെയല്ലേ സംഭവം? ഓക്കേ. ഒരു കാര്യം നമ്മൾ ചോദിച്ചില്ലല്ലോ, എവിടെ പാർട്ടിസിപ്പേറ്റ് പൈസ കൊടുക്കുന്നുണ്ട്. ഹലോ ചേച്ചി, ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് പൈസ എവിടെ കൊടുക്കേണ്ടത്? പൈസയോ? അതിൽ അവിടെ കാണുന്ന ആ ബിൽഡിങ്ങിൽ കൊടുത്താൽ മതി. ഗൈസ്, അപ്പോൾ അവിടെ കാണുന്ന ബിൽഡിങ്ങിൽ മോനെ, ആ ബിൽഡിങ്ങിൽ ഒരാളുണ്ട് കേട്ടോ. അയാൾ ചിലപ്പോൾ പുറത്തായിരിക്കും നിൽക്കുന്നത്. അവിടെ കൊടുത്താൽ മതി. പുള്ളിക്കാരി പറഞ്ഞത് അതിൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ ആൾ നിൽക്കുന്നത്. ആളുടെ അടുത്ത് നിന്ന് പൈസ എടുത്തിട്ട് ഇങ്ങനെ വരാൻ രാത്രി ആവട്ടെ. ഇപ്പം തന്നെ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. രാത്രി 1:30 വെയിറ്റ് ചെയ്യാം. എവിടെ? ഇയാളാണോ? ആളാന്ന് തോന്നുന്നല്ലോ. കടയുടെ മുമ്പിൽ ഇയാളാണിപ്പോൾ നിൽക്കുന്നത്. ഇറങ്ങി ചോദിച്ച് നോക്കാം. ഇതെന്ത് കുടുങ്ങിയ ചേട്ടാ, ഈ റേസിന് പങ്കെടുക്കാൻ എവിടെയാണോ രജിസ്റ്റർ ചെയ്യണ്ടേ? മോണെ ഇവിടെ രജിസ്റ്റർ ചെയ്യണ്ടേ? 2000 രൂപ മാത്രം തന്നാൽ മതി. റേസിൽ നാളെ പങ്കെടുക്കാം. ഇപ്പോൾ 2000 രൂപ. ചേട്ടാ, ഞാൻ ഗൂഗിൾ പേ അയച്ചാൽ മതിയോ? ഗൂഗിൾ പേ അയച്ചാൽ മതി കേട്ടോ. ചേട്ടാ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. പോയിക്കോ. ഞാൻ നാളെ രാവിലെ 11 മണിക്ക് തിരിച്ചു വന്നാൽ മതി. റേസ് അപ്പോൾ തുടങ്ങും. ഓക്കെ ചേട്ടാ.
നമുക്ക് എന്തായാലും പോവാം. ഇപ്പം തന്നെ ഒരു 7 ഇതെന്തോ അരിതെന്തുവാ? ഓ വാവ്, അതെന്നാലും ഇത് എവിടെ നിന്ന് പൊട്ടിമുളച്ച് വന്ന ട്രാക്ടർ. ഷോ, വെറുതെ ആരും ഉപയോഗിക്കത്തില്ല വണ്ടി. നമ്മുടെ കയ്യിൽ പിന്നെ തോക്കൊക്കെ ഇരിപ്പുണ്ട്. ബാങ്കുകാർ തോക്കൊന്നും എടുക്കത്തില്ലല്ലോ. എൻ്റെ പൊന്നെ, നമ്മുടെ വണ്ടി ഇതാ കത്തി. എൻ്റെ പൊന്നോ, ഓഹോ, എന്തായാലും ഭാഗ്യമായി. രാത്രിയാന്ന് വരെ നമുക്കിവിടെ ഒരു പാർക്ക് വേണം, എവിടെയെങ്കിലും പോവാം. നമ്മുടെ വീടൊക്കെ അല്ല ഇവിടെ ആയിരുന്നു. വീട് ചിലവന്മാരങ്ങ് എടുത്ത് കൊണ്ടുപോയി. ഇനി വീടിൻ്റെ കാര്യം നോക്കിയേ വേണ്ട. ഇങ്ങനെ കറങ്ങി നടക്കാം. ട്രാക്ടർ കൊണ്ട് ലോകത്ത് ആരും ഡ്രിഫ്റ്റ് ചെയ്ത് കാണത്തില്ല. നമുക്ക് ഇത് എടുത്തോണ്ട് എന്തായാലും നേരെ റെയിൽവേ സ്റ്റേഷനിലെങ്ങാനും പോയി കിടന്നുറങ്ങുന്നതാണ് നല്ലത്. അവിടെ ആകുമ്പോൾ കൊതുകടിയൊന്നും കാണത്തില്ലായിരിക്കും. ഒയ്യോ, വരുന്ന വഴിക്ക് ഒരു സാധനം നമ്മളങ്ങ് ഇടിച്ചു വിട്ടു. നമ്മുടെ വണ്ടിക്കാണെങ്കിൽ പെട്രോൾ പോലും ഇല്ല. ഈ വണ്ടി പക്ഷെ എങ്ങനെ ഓടുന്നത് എനിക്ക് പോലും അറിയത്തില്ല. അയ്യോ, പാർക്ക് ചെയ്യാൻ പറ്റിയ വണ്ടിയാ. രാത്രിയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഇവിടെ കറങ്ങി നടക്കാം. ഉടനെ രാവിലെ ആയാൽ മതിയായിരുന്നു. നമ്മുടെ ട്രെയിനൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ട്രെയിൻ ഇപ്പോഴും പോകത്തില്ല. അതുകൊണ്ട് സമയമായല്ലോ. ഇതിൻ്റെ ഡോറ് തുറന്ന് കിടക്കുക. അപ്പം പോവായിരിക്കും. പറഞ്ഞില്ലല്ലേ പോന്നു. നമുക്ക് ഓടി തോപ്പിക്കാൻ പറ്റൂടെ? ഇവിടെ പറ്റത്തില്ലടെ. ബൈ ട്രെയിൻ. അയ്യോ, ട്രെയിൻ നമ്മളെ ഇടിച്ചിട്ടേ. തല നൈസിന് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, അതൊക്കെ ഒരു കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. രാത്രി എങ്ങാണോ രാവിലെ ആവോ? രാവിലെ 11:30 ഓ, ഞാൻ പറഞ്ഞില്ല, രാവിലെ ആയിക്കഴിഞ്ഞു. എന്തായാലും 11 മണിക്ക് മുമ്പെയോ 11 മണിക്കോ മതിയെന്നല്ലേ ആ പെണ്ണ് പറഞ്ഞേ. നമുക്ക് പെട്ടെന്ന് പോയി ആ റേസ് അങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 10 കോടി രൂപയും പിന്നെ എന്തോ ഐലൻഡ് മാൻഷനോ എന്തോ ഒരു മാൻഷൻ്റെ പേരൊക്കെ ചേച്ചി പറഞ്ഞായിരുന്നു. നമുക്കെന്തായാലും വേറെ ആരെങ്കിലും ഇനി അതിലുണ്ടെങ്കിൽ നമ്മൾ തോറ്റ്. നമ്മളെക്കാളും വലിയ നമ്മളത്രക്ക് ഇരുന്ന് അയ്യോ 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 അയ്യോ. റാമ്പ് തോണ്ട കാണുന്നുണ്ട്. തൊട്ടടുത്തായി, പെട്ടെന്നങ്ങ് പോവാം. ഇവിടെ പിന്നെ ഇന്നലത്തെ ആ ചേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ബൈക്കുകളൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ, ഒരു സീനും ഇല്ല.
ചേച്ചി എന്തിയുടെ എവിടെ ദേ നിൽക്കുന്ന ചേച്ചി. ഇവിടെ വണ്ടി ഇവിടെ ഇടാം. ചേച്ചി റേസ് സ്റ്റാർട്ട് ചെയ്യാവോ? ആ നീ വന്നോ? ആ റേസ് സ്റ്റാർട്ട് ചെയ്തോ. നിനക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തോ. 3 ചാൻസ് ഉണ്ട്. അതിലും ഏതെങ്കിലും ഒരു റൗണ്ടിൽ ജയിച്ചാൽ മതി. 3 ചാൻസേ ഉള്ളൂ. 3 ചാൻസിലും പല പല വണ്ടികളായിരിക്കും. പിന്നെ ഏത് വണ്ടി വെച്ചാണോ ജയിക്കുന്നത് ആ വണ്ടി നിങ്ങളെടുത്തോ. ഓ ശരി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് ഈ 3 ഇതിപ്പോൾ 1 2 3 4 5 ആഹാ കിടുക്കാച്ചി വണ്ടികളാ. RC ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഏതൊരു വണ്ടി. പിന്നെ ഡ്യൂക്കുണ്ട്. പിന്നെ വേറെ ഒരു പണ്ടത്തെ ഡ്യൂക്കുണ്ട്. പിന്നെ കാവസാക്കിയുടെ ZX-R അല്ലേ. ആദ്യമേ ഇതെടുത്താലും ഡ്യൂക്ക് വീഴുമോ? ഡ്യൂക്കിന് ഇനി അതിൻ്റെ ഗ്ലാസ്സെങ്ങാനും പൊട്ടിയ നമുക്ക് ഫസ്റ്റ് ചാൻസ് എന്തായാലും നൈസിനൊക്കെ പോവാം. കട്ട സ്പീഡിൽ കാത്തിച്ചിടാൻ പൊന്നു. ഓ യോ ഗായ്സ് യോ എൻ്റെ പൊന്നു. പേട്ട് ഇപ്പം എങ്ങനെ ഇരിക്കണ്? ഞാൻ അറിഞ്ഞോ അവിടെ കുഴിയുണ്ടെന്ന്. അവിടെ കുഴിയുണ്ടായിരുന്നു. അങ്ങനെ 3ാമത്തെ ചാൻസ് ഫ്ലോപ്പായിട്ടുണ്ട്. ഈ വണ്ടി നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. സൂക്ഷിച്ചും കണ്ടും പോയാൽ പെട്ടെന്ന് ജയിക്കാം. ഓക്കെ നീ ഏതെടുക്കും? ഈ ഡ്യൂക്ക് അങ്ങ് എടുത്താലോ? ഈ ഡ്യൂക്കിൻ്റെയൊക്കെ സൗണ്ട് പിന്നെ രക്ഷയില്ല. സ്പീഡിൽ പോകണം. പെട്ടെന്നാണ് ഇത് തീർക്കേണ്ടത്. പോയിട്ട് തിരിച്ചും വരണം. അതാ ഒരു പ്രശ്നം. നേരത്തെ നമ്മൾ ഇവിടെ കണ്ടായിരുന്നു വീണത്. സംഭവം ഞാൻ ഇവിടെ ഈ കുഴിയിൽ ചെന്നിടിച്ച്. കുഴിയിലല്ല, ഈ റാമ്പുണ്ടല്ലോ. ഈ നമ്മൾ ജയിക്കൂടെ? യോ ബെസ്റ്റ്. പോയി. അങ്ങനെ ഈ വണ്ടി നമുക്ക് കിട്ടത്തില്ല. ഇനി ഒരു ഡ്യൂക്ക് വേണോ RC എടുക്കണോ? ഇനി ഒരു ചാൻസേ ഉള്ളൂ. അയ്യോ അത് സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. ദൈവമേ നമുക്ക് പറത്തിവിടാം. ഇല്ല എങ്ങാനും തോറ്റാ പിന്നെ പറയേണ്ട കാര്യമില്ല. ഡ്യൂക്ക് എടുക്കണോ RC എടുക്കണോ? നമുക്ക് ഏറ്റവും ഇഷ്ടം 4 ചാൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂക്ക് എടുത്തേനെ. എനിക്ക് വേണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ് ഡ്യൂക്ക് RCയും. ബട്ട് എനിക്ക് ഡ്യൂക്ക് കിട്ടത്തില്ല. എനിക്ക് എന്തായാലും പറത്തിവിടാം. ഇത് മോനെ ഞാൻ എന്തായാലും ജയിച്ചിരിക്കും. ഇത് ഉറപ്പാണ്. RCയാ 3ാമത്തെ ചാൻസാണ്. അല്ല എനിക്കൊരു സംശയം. ഈ റേസിൽ വേറെ ആരും ഇല്ലയോ? ഞാനേ ഉള്ളോ? എന്തായാലും നല്ലൊരു കാര്യമാണ് കേട്ടോ. കാര്യം വേറെ വല്ല പ്രോകളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ തോറ്റത്. നമ്മളെത്താറാടേ. നമ്മളവിടെ എത്താറായി. നോക്ക് വേണ്ട. ആ സാധനമാണെന്ന് തോന്നുന്നു. ചെക്ക് പോയിന്റല്ലല്ലോ സംഭവം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല ഗായ്സ്. ഇവിടുന്ന് നമുക്ക് തിരിച്ചു പോകണം ഗായ്സ്. അത്
ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലേ, ഇവിടുന്ന് തിരിച്ചു പോകണം. അത് ഇച്ചിരി സൂക്ഷിച്ച് വേണം, ഇല്ലെങ്കിൽ പെതുക്കെ നമുക്ക് സ്പീഡിൽ പോയാലും പെതുക്കെ പോയാലും നമ്മൾ ആയിരിക്കും ചിലപ്പോൾ ജയിക്കുന്നത്, പറയാൻ പറ്റില്ല. ആർ സി കൈവിടരുത്. എൻ്റെ പൊന്നാർസിയേ, എൻ്റെ പൊന്നോ. സ്പീഡ് കുറയ്ക്കൂ. ഇതിന് പിന്നെ ഇച്ചിരി സ്പീഡൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന്. ഇത് കിടന്നങ്ങ് പറന്നോളും. നമ്മളിച്ചിരി അടിയിലൊക്കെ എന്നും പറഞ്ഞ് സ്പീഡ് നമ്മൾ ജയിച്ചു. എൻ്റെ പൊന്നി, എൻ്റെ മോനെ. ആ വണ്ടികളൊന്നും നമുക്ക് കിട്ടില്ല. അയ്യോ എടാ, ആ ചേച്ചി എന്ത് ചെയ്യും? എടാ മോൻ ജയിച്ചോ? എന്നാൽ ഈ വണ്ടിയും എടുത്ത്, ഈ വണ്ടി മാത്രമല്ല അതിൽ നിന്ന് ഇരിക്കുന്ന വണ്ടികളിൽ നിന്ന് നിനക്ക് ഏതെങ്കിലും ഒരു വണ്ടി ഇഷ്ടപ്പെട്ട അതും കൂടെ നീ എടുത്തു, ഒരു കുഴപ്പമില്ല. പിന്നെ ആ ഐലൻഡ് മാൻഷൻ്റെ ലൊക്കേഷൻ ഞാൻ എൻ്റെ മോൻ്റെ ഫോണിൽ ഇട്ടേക്കാം, നീ അങ്ങോട്ട് പോയാൽ മതി. ഓക്കെ ചേട്ടാ. ഗൈസ്, നമ്മൾ റേസ് ജയിച്ച, അതുമല്ല നമുക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയും കൂടെ നമുക്ക് എടുക്കാം. നമുക്ക് ഡ്യൂക്ക് തന്നെ അങ്ങോട്ട് എടുക്കാം. നമുക്ക് ആദ്യം ആ ചേട്ടൻ അയച്ചു തന്ന ലൊക്കേഷനിലോട്ട് പോവാം. ലൊക്കേഷൻ ഇവിടെ അടുത്താണ്. ഇവിടെ വളഞ്ഞിട്ടു. അയ്യോ, നമ്മുടെ വീടിൻ്റെ അടുത്തൂടെ പോകുന്നു. നമുക്കെന്തായാലും പുതിയ വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, നൈസാണ്. യോ വാട്ട്സ് അപ്പ് ഗൈസ്. എൻ്റെ പൊന്നെ, ഇടിക്കല്ലേ പുതുത്തം വണ്ടിയാണ്. ഇവിടെ ആണല്ലേ ലൊക്കേഷൻ എടുത്ത്? കടലിൻ്റെ വെയിറ്റ് എ മിനിറ്റ്, അവിടെ എന്തോ ഞാനൊന്ന് കണ്ടല്ലോ. എടാ, അവിടെ മരമൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് സംഭവം? എടാ, അവിടെ ഒരു വീട് നമ്മൾ കാണുന്നുണ്ടല്ലോ. എൻ്റെ മോനെ, ഇതാണ് നമ്മുടെ വീട്. എടാ, പൊളിപ്പം വീട്. നമ്മുടെ ചാടിയൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. വാവ്, എൻ്റെ മോനെ നമ്മുടെ വീട് കിളുക്കി. എൻ്റെ മോനെ, കിടുക്ക് വീട്. എന്ത് പറയാനാണ് ഗൈസ്. ഇനി ഒരു വണ്ടിയൊക്കെ മേടിക്കണ്ടേ? 10 കോടി ക്യാഷ് പ്രൈസോ? അതായിരിക്കും 10 കോടി ക്യാഷ് പ്രൈസ്, 2 ബൈക്ക്. ഇമാരൊക്കെ എന്താടായിരിക്കും? അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ വണ്ടിയാ. എന്തു പറയുന്നേ? ഞങ്ങളും ചരിഞ്ഞു പോയാ. നമ്മുടെ പുതിയ വീടെന്തായാലും കിടുക്കനായിട്ടുണ്ട്. ഇവിടെ കടലിൽ സ്വിമ്മിംഗ് പൂളാക്കി വെച്ചേക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇറങ്ങാൻ പറ്റുമോ? ഇവിടെ ഇപ്പോൾ നീന്താനൊന്നും പറ്റത്തില്ല, വെറുതെ പേരിനൊരു സ്വിമ്മിംഗ് പൂള്. സ്വിമ്മ് ചെയ്യാൻ പറ്റാത്ത പൂള് എന്ന് വേണമെങ്കിലും പറയാം. ഇവിടെ ഇപ്പോൾ എന്തുണ്ട്? ഇപ്പോൾ 2 മരമൊക്കെ നൈസായിട്ട് വച്ചിട്ടുണ്ട്. എൻ്റെ മോനെ, ഇപ്പം മറ്റേ കറണ്ടിൻ്റെ സ്നാപ്പിൽ ഇരിപ്പുണ്ടല്ലോ. അതിവിടെ എന്ത് വേര്? അവിടെയൊക്കെ എന്ത് വേരുണ്ടല്ലോ. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു മാജിക്കൽ ഫോണാണ്. അപ്പം അതിൽ ഒരു ദിവസം നമ്മുടെ കൂട്ടുകാരൻ്റെ നമ്പർ 320 അല്ലല്ലോ 8000 എന്നടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഹെലികോപ്റ്റർ കണ്ട. ഈ ഹെലികോപ്റ്റർ വന്നിട്ട് അതെന്ത്
അത് കിടുക്കായി പോയി. ഇവിടെ നമുക്കിപ്പോൾ വീടിൻ്റെ മണ്ടയ്ക്ക് യോ 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 ഗായ്സ്, നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ ഇടിച്ച് അയ്യോ ഇവിടെ നമ്മൾ ഓക്കെ. അയ്യോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വരാൻ നോക്കിയതേ ഉള്ളേ. നമുക്ക് ഈ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയിട്ട് വണ്ടി എടുത്തിട്ട് വരാം. അപ്പോൾ ഇത്രയുള്ള കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗായ്സ്. നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടിടുന്നതായിരിക്കും. ഡാർസി അവിടെ സേഫാണ്. അപ്പോൾ ഹെലികോപ്റ്റർ നൈസിന് പോവുകയാണ്. ഇപ്പം അങ്ങനെ എത്തത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. ഓക്കെ, ബൈ.